എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു കാര്യം പറയാനുണ്ട്. വേറെ ഒന്നല്ല, കുറച്ച് പേര് കമൻ്റ് ആയിട്ടും അതുപോലെ തന്നെ പേഴ്സണലി മെസ്സേജ് അയച്ചും ചോദിച്ചിട്ടുണ്ടായിരുന്നു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്. അതുപോലെ തന്നെ ചിലവർക്ക് ടാസ്ക് കംപ്ലീറ്റ് ആവുന്നില്ല, പേയ്മെൻറ്റ് കിട്ടുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം, പേയ്മെൻറ്റ് വെരിഫൈ ചെയ്ത അപ്ലിക്കേഷൻസ് മാത്രമേ നമ്മളെ ചാനലിൽ പരിചയപ്പെടുത്താറുള്ളൂ. ഞാൻ വെറുതെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ, നിങ്ങൾക്കും ഉപകാരം വേണ്ടേ. അപ്പോൾ ടൈം എടുത്ത് പേയ്മെൻറ്റ് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കൂടെയാണ് നമുക്ക് കണ്ടിന്യൂസ്ലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത്. പിന്നെ നമ്മൾ മിക്ക വീഡിയോസ് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ലൈവായിട്ട് ഞാൻ ചെയ്ത് വിഡ്രോ ചെയ്ത് വരെ കാണിക്കാറുണ്ട്. ഇനി ലൈവ് പേയ്മെന്റ് പ്രൂഫ് കാണിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ, അതായത് ടൈമിന്റെ ഇഷ്യൂസ് വരുന്നതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പേയ്മെന്റ് പ്രൂഫ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പേയ്മെന്റ് വെരിഫൈ ചെയ്ത അപ്ലിക്കേഷൻസ് മാത്രമേ നമ്മളെ ചാനലിലൂടെ പരിചയപ്പെടുത്തുള്ളൂ. ഇനി രണ്ടാമത്തെ കാര്യം, മുഴുവനായിട്ട് വീഡിയോ വാച്ച് ചെയ്തതിന് ശേഷം മാത്രം ഓരോ അപ്ലിക്കേഷൻസ് നിങ്ങൾ യൂസ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എങ്ങനെയൊക്കെയാണ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ മറ്റ് ഏണിങ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോയിൽ കൃത്യമായിട്ട് തന്നെ പറയാറുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാതെ നിങ്ങൾ അപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് വരും. അതുപോലെ തന്നെ പെട്ടെന്ന് വിഡ്രോ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ പറയാനുള്ളത് പേയ്മെന്റിന്റെ കാര്യമാണ്. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഒരു ടൈമിൽ തന്നെ മാക്സിമം നിങ്ങൾ അപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചില അപ്ലിക്കേഷൻസ് മാത്രമേ ലോങ് ടൈം വർക്ക് ചെയ്യുള്ളൂ, അല്ലാത്തത് 1 മന്ത് 2 മന്ത് ഒക്കെ വർക്ക് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഒരു പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. അപ്പോൾ മാക്സിമം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഒരു ടൈമിൽ തന്നെ നിങ്ങൾ അപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുക. അതിനായിട്ട് നോട്ടിഫിക്കേഷൻ മറക്കാതെ ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ പേയ്മെന്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞവർ വീഡിയോ അപ്ലോഡ് ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പം ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ പരിചയപ്പെടുന്ന അപ്ലിക്കേഷനിൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ടെലിഗ്രാം ചാനൽ പറയുന്നതായിരിക്കും. അപ്പോൾ മസ്റ്റ് ആയിട്ട് എല്ലാവരും ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. ലിമിറ്റഡ് ടൈം ഓഫേഴ്സ് അതുപോലെ തന്നെ ക്യാമ്പയിൻസ് എല്ലാം ടെലിഗ്രാമിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ഡെയിലി എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. മാക്സിമം എല്ലാവരും ജോയിൻ ചെയ്യുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും പറഞ്ഞ് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല, ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നിങ്ങൾക്ക് ഡെയിലി കുറച്ച് നേരം വർക്ക് ചെയ്ത് UPIയിലേക്ക് വിഡ്രോ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി അപ്ലിക്കേഷനാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ചെറിയ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ റെഫർ ചെയ്തുകൊണ്ടും നല്ല രീതിയിൽ തന്നെ എമൗണ്ടും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതേപോലെ തന്നെ ലോങ് ടൈം വർക്ക് ചെയ്യുന്ന ഒരു അപ്ലിക്കേഷൻ കൂടിയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ, ലൈവായിട്ട് ഞാൻ ഏൺ ചെയ്ത് വിഡ്രോ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാൾ ചെയ്യുക, അതിനുശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ വരുന്നതായിരിക്കും. സോ ഇവിടെ ആയിട്ട് താഴെ കൊടുത്തിട്ടുണ്ട് ലോഗിൻ വിത്ത് ഗൂഗിൾ എന്ന് പറയട്ടെ. അവിടെ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം നിങ്ങളെ മെയിൽ ID എടുത്തൊന്ന് സൈൻ അപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയും ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഒരു അപ്ലിക്കേഷനാണ്. ഇതിൽ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, പബ് സ്കെയിൽ എന്ന് പറയട്ടെ. അപ്പോൾ അതിൻ്റെ മുകളിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ലൈവായിട്ട് ഞാൻ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ആയിട്ട് ആദ്യം തന്നെ നിങ്ങൾ അക്സെപ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒരുപാട് ടാസ്ക് കാണാൻ പറ്റുന്നതായിരിക്കും. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഏകദേശം 2 ടാസ്ക് ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിവിടെ അദാനി എന്ന് പറഞ്ഞൊരു ടാസ്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഓൾഡ് യൂസേഴ്സിനും ന്യൂ യൂസേഴ്സിനും സിമ്പിളായി തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഗൂഗിൾ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ആഡ്സിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏറ്റവും മുകളിലായിട്ട് റീസെറ്റ് അഡ്വർടൈസിംഗ് ID എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ അവിടെ ഇതുപോലെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ ഒരു 3-4 പ്രാവശ്യം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. എന്നിട്ട് 2 പ്രാവശ്യമെങ്കിലും ഫ്ലൈറ്റ് മോഡ് ഒന്ന് ഓൺ ചെയ്ത് ഓഫ് ചെയ്യുക കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ചെയ്താൽ മാത്രമേ ഓൾഡ് യൂസേഴ്സിന് ആ ഒരു ടാസ്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. എന്നിട്ട് നമ്മൾ മെയിൻ അപ്ലിക്കേഷനിലോട്ട് തിരിച്ചു വരാം. എന്നിട്ട് അദാനി എന്ന് പറഞ്ഞ ഈ ഒരു ടാസ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. 545 കോയിൻസ് ആണ് ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ സിമ്പിളാണ്. നിങ്ങൾ ചെയ്യേണ്ടത്, താഴെയായിട്ട് ഗെറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. റീഡയറക്റ്റ് ആയിട്ട് പ്ലേ സ്റ്റോറിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക കേട്ടോ. അപ്പോൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നവർ ഈ ഒരു ഫുൾ പ്രോസസ്സ് കഴിയും വരെ ഫോണിൻ്റെ ബാക്ക് ബട്ടൺ പ്രസ് ചെയ്യാനോ വേറെ അപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യാനോ നിൽക്കരുത്. ട്രാക്കിംഗ് ആവില്ല. അപ്പോൾ ഈ ഒരു അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആകും വരെ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഇവിടെ തന്നെ ഓപ്പൺ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും. ഓൾഡ് യൂസേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഏത് നമ്പർ വെച്ചിട്ടാണോ മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അത് എൻ്റർ ചെയ്യുക. അതിനുശേഷം ചെറിയൊരു ബോക്സ് കാണാൻ പറ്റുന്നതായിരിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഗെറ്റ് OTP എൻ്റർ ചെയ്യുക. ഇനി ന്യൂ യൂസർ ആണെങ്കിലും നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തിട്ട് ഇതേപോലെ തന്നെ ചെയ്യുക. അപ്പോൾ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു മൊബൈൽ നമ്പറിലോട്ട് OTP വരും, അതുകൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിനുശേഷം ഈ ഒരു അപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഏറ്റവും മുകളിലായിട്ട് ഒരു പ്രൊഫൈലിൻ്റെ ഐക്കൺ കൊടുത്തിട്ടുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ വരും. വീണ്ടും ആ ഒരു ഐക്കണിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലൊരു ഫോം വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഓൾഡ് യൂസേഴ്സ് ആണെങ്കിൽ ഓൾറെഡി ഇത് ഫില്ല് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, കൊടുത്തിരിക്കുന്ന ആ ഒരു ഡീറ്റെയിൽസിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തുക. അതായത് ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റി കൊടുക്കുക.
അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡി ജസ്റ്റ് ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചേഞ്ചസ് വരുത്താം. അതിനുശേഷം സേവ് ചേഞ്ചസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഇനി ന്യൂ യൂസർ ആണെങ്കിൽ ഇവിടെ കുറച്ച് ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്, അതായത് മെയിൽ ഐ ഡി, ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളൊക്കെ. അതെല്ലാം ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക, ഫേക്ക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. അതിനുശേഷം 2 മിനിറ്റ് നേരം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതുപോലെ ടാസ്ക് കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു കോയിൻസ് ക്രെഡിറ്റ് ആയി എന്ന് പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് തന്നെ ആ ഒരു കോയിൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അതുപോലെ തന്നെ മുകളിലായിട്ട് വേറെ ടാസ്ക് ഓഫർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, സിൽക്ക് സ്റ്റോറി എന്നൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ട്. 269 കോയിൻസ് ആണ് നമുക്കത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് താഴായിട്ട് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യുക. എന്നിട്ട് താഴെ കൊടുത്തുള്ള ഒരു ഗെറ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യാൻ നേരം ഒരു പേജിലോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എന്താ സംഭവം എന്നറിയില്ല, ഞാൻ ഇത്രയും ചെയ്തപ്പോൾ തന്നെ ആ ഒരു കോയിൻസ് നമ്മളെ വാലറ്റിൽ ക്രെഡിറ്റ് ആയി. ബഗ്ഗാണെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ ആ ഒരു കോയിൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യം വന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കോയിൻസ് ആഡ് ആയില്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുക, ബാക്കി സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ കൊടുത്തുള്ള ടാസ്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് ടാസ്ക് ഓഫർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ പുതിയ ആപ്ലിക്കേഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ പഴയ ആപ്ലിക്കേഷൻസ് ഉണ്ട്. എന്തായാലും ട്രൈ ചെയ്യാം കേട്ടോ. ഇനി ആപ്ലിക്കേഷൻ്റെ ഹോമിലായിട്ട് ഗിഫ്റ്റ് ബോക്സ് എന്നൊരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആയിട്ട് ഒരുപാട് ബോക്സ് കാണാൻ പറ്റുന്നതായിരിക്കും. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ നേരം നിങ്ങൾക്ക് റാൻഡായിട്ടുള്ള കോയിൻസ് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് കിട്ടിയിട്ടുള്ളത് 4 കോയിനാണ്. സോ അതിൻ്റെ താഴെയായിട്ട് ആഡ് ടു വാലറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റുന്നതായിരിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ആഡ് വരും. ആ ഒരു ആഡ് നിങ്ങൾ ക്ലോസ് ചെയ്യുക, അന്നേരം ആ ഒരു കോയിൻസും കാര്യങ്ങളൊക്കെ നമ്മളെ വാലറ്റിലോട്ട് ആഡ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ എല്ലാ ബോക്സും നിങ്ങൾ ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്ക് ലക്കിനനുസരിച്ചുള്ള കോയിൻസും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇനി ആപ്ലിക്കേഷൻ്റെ ഹോമിലോട്ട് തിരിച്ചു വരുവാണെങ്കിൽ സൈഡിലായിട്ട് പ്ലേ ടൈമിൻ്റെ ഒരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സെക്ഷനിൽ നമുക്ക് ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്ത് വെച്ചുകൊണ്ട് സിമ്പിളായിട്ട് കോയിൻസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതിനായിട്ട് ആ ഒരു പ്ലേ ടൈമിൻ്റെ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്തതിനു ശേഷം പെർമിഷൻസ് ചോദിക്കുന്നതായിരിക്കും. അക്സെപ്റ്റ് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ആക്റ്റീവ് നൗ കൊടുക്കുക. എന്നിട്ട് പെർമിഷൻ ജസ്റ്റ് ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക കേട്ടോ. സോ ഇവിടെ നമുക്ക് ഒരു ടാസ്ക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഈ ഒരു ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അടുത്ത ടാസ്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതിന് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് 1063 കോയിൻസ് ആണ്. അപ്പോൾ ഓരോ മിനിറ്റ് ഓപ്പൺ ചെയ്യുന്നതിനും 17 കോയിൻസ് വെച്ചിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ലൈവായിട്ട് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് പ്ലേ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ റീഡയറക്റ്റ് ആയിട്ട് പ്ലേ സ്റ്റോറിലേക്ക് വരുന്നതായിരിക്കും. ഇവിടെ നിന്ന് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക കേട്ടോ, ട്രാക്കിംഗ് ആവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് തിരിച്ച് ഈ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നതിന് ശേഷം സൈഡിലായിട്ട് മൈ ഗെയിംസ് എന്നൊരു സെക്ഷൻ കാണാൻ പറ്റുന്നതായിരിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യാൻ നേരം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു സെക്ഷനിലായിട്ട് വരുന്നതായിരിക്കും. ഇവിടെ നിന്ന് വേണം നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യത്തെ ഒരു മിനിറ്റ് നേരം നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ 17 കോയിൻസ് കിട്ടും. ഓരോ ടാസ്കിനും ഡിഫറൻ്റ് ആണ് കേട്ടോ കോയിൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചാൽ മാത്രം മതി, രജിസ്റ്റർ ഒന്നും ചെയ്യേണ്ട. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വല്ല വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ സ്ക്രീൻ ടൈം കൂട്ടിയിടാം. എന്നിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വെക്കുക. അപ്പോൾ അതിനനുസരിച്ചുള്ള കോയിൻസ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് ഒരു മിനിറ്റ് നേരം ഓപ്പൺ ചെയ്യണം, എങ്കിലേ നമുക്ക് 17 കോയിൻസ് കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ ഓപ്പൺ ചെയ്ത് വെക്കുന്ന ടൈമിനനുസരിച്ചുള്ള കോയിൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 3 മിനിറ്റ് നേരം ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും 52 കോയിൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ആ ഒരു ടാസ്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. വീണ്ടും മൈ ഗെയിംസ് ക്ലിക്ക് ചെയ്തതിനു ശേഷം പ്ലേ നൗ ക്ലിക്ക് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഫുള്ളായി തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള 1063 കോയിൻസും നിങ്ങൾ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അടുത്ത ടാസ്കും കാര്യങ്ങളൊക്കെ അവർ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ ഇപ്പോൾ എനിക്ക് റഷ്യൻ്റെ ഒരു ടാസ്ക് വന്നിട്ടുണ്ട്. 823 കോയിൻസാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഇവിടെ ആയിട്ട് ഒരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നത് ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാനും അതുപോലെ തന്നെ സർവീസ് കംപ്ലീറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെല്ലാം നിങ്ങളൊന്ന് നോക്കാം. അതേപോലെ തന്നെ താഴെയായിട്ട് ഹോട്ട് ഓഫേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് സിമ്പിളായി തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഇൻസ്റ്റാളേഷൻ ടാസ്ക്കാണ് അവിടെയും വരുന്നത്. ഇനി അടുത്തൊരു ഏണിങ്സ് ആണ് ഫ്രണ്ട്സിനെ റെഫർ ചെയ്യാന്നുള്ളത്. നമുക്ക് ഒരാളെ റെഫർ ചെയ്യുമ്പോൾ കിട്ടുന്നത് 800 കോയിൻസ് ആണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ റെഫർ ചെയ്യുന്ന ഒരു ഫ്രണ്ട് ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഏത് ടാസ്ക്കാണ് അവർ കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ല, ഒരു ഹോട്ട് ഓഫർ എന്ന് പറഞ്ഞിട്ട് ആപ്ലിക്കേഷൻ്റെ ഹോമിൽ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്താലേ നമുക്ക് ആ ഒരു റെഫറിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ സിമ്പിളായി തന്നെ എല്ലാ ഓഫറും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ. നേരത്തെ പബ് സ്കെയിൽ കാണിച്ചു തന്ന പോലെ തന്നെ ഓരോ ടാസ്കിനും സ്റ്റെപ്സ് ഉണ്ട്, അത് കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യുക. പിന്നെ ഇവിടെ ആയിട്ട് സ്റ്റോക്ക് ഗ്രോ എന്ന് പറഞ്ഞൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഫേക്ക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഓപ്പൺ ചെയ്തിട്ട് ഫേക്ക് ആയിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുക്കുക. അതിനുശേഷം OTP എൻ്റർ ചെയ്യുക. ഏതിലേക്ക് നമ്പേഴ്സ് എൻ്റർ ചെയ്താൽ മതി. എന്നിട്ട് 2 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 200 കോയിൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ ആ ഒരു ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പ്ലേ ടൈമിൻ്റെ സെക്ഷനിൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ കുറച്ച് ടൈമും കൂടി ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഏകദേശം 1033 കോയിൻസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ലൈവായി തന്നെ വിഡ്രോ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലായിട്ട് റൈറ്റ് സൈഡിൽ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. സോ ഹിസ്റ്ററി നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഈ ഒരു പ്ലേ ടൈമിൻ്റെ സെക്ഷനിൽ നിന്ന് നമുക്ക് കറക്റ്റായിട്ട് കോയിൻസ് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ ആ ഒരു പ്ലേ ടൈമിൻ്റെ സെക്ഷൻ ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് സിമ്പിളായിട്ട് നല്ലൊരു കോയിൻസ് എയിം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇനി ഞാൻ ലൈവ്
ലൈവായിട്ട് വിഡ്രോ ചെയ്ത് കാണിച്ചു തരാം. സോ ഇവിടെ ആയിട്ട് വിഡ്രോ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് കാണാം. അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് പേടിഎം വാലറ്റിലോട്ടും അതുപോലെ തന്നെ UPIയിലോട്ടും വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ UPIയിലോട്ടാണ് വിഡ്രോ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് എൻ്റെ പേടിഎമ്മിൻ്റെ ആ ഒരു UPI ID ഞാനിവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതിലോട്ട് വേണമെങ്കിലും വിഡ്രോ ചെയ്യാം. UPI ആപ്ലിക്കേഷൻസ് ആയിട്ടുള്ള ഗൂഗിൾ പേ അതുപോലെ തന്നെ എന്താ പറയുക ഫോൺ പേ അതിലോട്ടൊക്കെ വിഡ്രോ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആ ഒരു ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ നമ്മൾ UPI ID കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത് നിങ്ങൾ ഇവിടെ ആയിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എമൗണ്ട് ടു വിഡ്രോ എന്ന് പറഞ്ഞിട്ട് താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത് കോയിൻസ് ആണ്. ഇപ്പോൾ എൻ്റെ വാലറ്റിലത് ഏകദേശം 1033 കോയിൻസ് ആണ്. അത് ഞാൻ ഫുള്ളായി തന്നെ ഇവിടെ എൻ്റർ ചെയ്യുകയാണ്. അപ്പോൾ അതിനുശേഷം താഴെയായിട്ട് പ്രൊസീഡ് എന്ന് പറഞ്ഞിട്ട് കാണാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ പ്രൊസീഡ് നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ സൈഡിലായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും ഏകദേശം 8 രൂപയാണ് ഈ ഒരു 1033 കോയിൻസിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങളുടെ വാലറ്റിൽ എത്ര കോയിൻസ് ഉണ്ടോ അത് എൻ്റർ ചെയ്യുക. അപ്പോൾ അതിൻ്റെ വാല്യൂം കാര്യങ്ങളൊക്കെ സൈഡിലായിട്ട് വരുന്നതായിരിക്കും. ഇവിടെ 10 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 1200 കോയിൻസ് ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ മിനിമം റെഡീം ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ ഓർമ്മയില്ല. ഞാൻ ഒരുപാട് നാളെ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പം എന്താ പറയുക 600 കോയിൻസ് ആയിരിക്കും മിനിമം വിഡ്രോ ആയിട്ട് വരുന്നത്, അതായത് 5 രൂപ. അപ്പോൾ ഇവിടെ നമുക്ക് പെൻഡിങ് ആണ് നമ്മൾ വിഡ്രോ ചെയ്തത്. ഏകദേശം ഒരു 15 മിനിറ്റ് ആയപ്പോൾ തന്നെ നമുക്ക് പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൂഫ് ഞാൻ സ്ക്രീനിൻ്റെ സൈഡിലായിട്ട് കൊടുക്കാം. നിങ്ങൾ വിഡ്രോ ചെയ്ത് അന്ന് തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടുന്നതായിരിക്കും കേട്ടോ. ചിലപ്പം ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് റിസീവ് ആവുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വിഡ്രോ ചെയ്യുമ്പോൾ ചെറിയൊരു പൈസ ഒരു കമ്മീഷനായിട്ട് പിടിക്കുന്നുണ്ട്. എനിക്ക് റിസീവ് ആയിട്ടുള്ളത് 7.95 രൂപ. അപ്പോൾ നിങ്ങൾ മാക്സിമം എമൗണ്ടും നല്ല ക്ലീൻ ചെയ്ത് വിഡ്രോ ചെയ്യുക. പേയ്മെൻറ്റ് പക്കയാണ്, എന്തായാലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി ഇനിയും കാണാം.